പണം ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, ഉദ്യോഗം ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, അള്ളാനെ തിരിയണം. അള്ളാനെ തിരിഞ്ഞവർക്ക് സ്വർഗ്ഗമുള്ളൂ. അല്ലാതെ നമ്മൾ പുസ്തകം ഇടയ്ക്ക് അയച്ചുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകുന്നില്ല. അപ്പൊ ചില ആളുകൾക്ക് വഹി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നീ നിന്റെ പണി എടുത്താൽ മതി, അല്ലെങ്കിൽ നിന്നെ വിടൂല. ഇതൊരു താക്കീതാണ്. നീ നിന്റെ പണി എടുത്താൽ മതി. നീ റോഡ് നന്നാക്കുക, അവിടെയുള്ള വിഷയങ്ങൾ പറയാ, നിനക്ക് പറ്റുന്നതൊക്കെ ചെയ്യാ. പുസ്തകം അടിച്ചിറക്കിയിട്ട് കുഫർ വിളമ്പിയാൽ ഞങ്ങൾ കുറച്ചാളുകൾ സ്റ്റേജിലുണ്ട് എന്നത് മനസ്സിലാക്കുന്നത് നല്ല. 3 വർഷം മുമ്പ് നിനക്കെതിരെ ഒരു വെടിവെപ്പ് വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പോക്ക് സർവമത സത്യത്തിലേക്കാണ്, ഇത് അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എടോ, എൻ്റെ വാപ്പ സ്വർഗത്തിലാന്ന് പറഞ്ഞിട്ട് എനിക്ക് പുസ്തകം ഇറക്കാൻ പറ്റുമോ? എന്നിട്ടല്ലേ ഗാന്ധിജി എൻ്റെ വാപ്പ സ്വർഗത്തിലാന്ന് ഉറപ്പിച്ചിട്ട് എനിക്ക് പുസ്തകം ഇറക്കാൻ പറ്റുമോ? എന്താ നമുക്ക് വഹിയുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിലാണ്, ഓക്കെ. ഉമർ ഫാറൂഖ് സ്വർഗത്തിലാണ്, എന്താ അടുത്തൊല്ലം വിളിക്കൂല എന്നല്ലേ ഉള്ളൂ? ഇതൊക്കെ എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം പറയല്ല. കുഫർ വിളമ്പുമ്പോൾ നമുക്ക് അതിനെതിരെ വെടിവെപ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഹക്ക് പറയാതെ എന്ത് പ്രസംഗ? അതിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കൊരു രാഷ്ട്രീയമില്ല. ഇന്ന് വരെ ഒരാൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. നാളെ ചെയ്യില്ല ഞാൻ പറയില്ല. എന്തേ? ഇല്ല, ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. അതിനടക്കം ഞാൻ മുമ്പേ ഏതാൾ പറഞ്ഞാൽ ഇത് കറുത്ത ഇതിങ്ങോട്ട് വരുമ്പോഴത്തേനെ കൽബിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു കറുത്ത മശ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എനിക്കതിനൊരു ആവേശം കിട്ടിയിട്ടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ചൂട് കയറിയിട്ടില്ല. അതിനർത്ഥം രാഷ്ട്രീയ നിരീക്ഷകനോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്ത ആളോ ഒന്നല്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നുവരെ പോളിംഗ് ബൂത്തേക്ക് പോയിട്ടില്ല. ഒരു ചൂടുണ്ടെങ്കിൽ പോകൂലേ? ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അല്ലാന്ന് ഞാൻ പറയണത്. എന്തുകൊണ്ട്? ഞാൻ ഇമാം നവവിയുടെ ഒരു ഇബാറത്ത് ഉദ്ധരിക്കാം. ആരെങ്കിലും സർവ്വമതവും സത്യമാണെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം പ്രാക്ടീസ് ചെയ്താലും പച്ച കാഫിറാണ്. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവവി കിതാബ് റൗള മറിച്ച് നോക്ക്. നീ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളാന്നല്ലേ പറഞ്ഞത്? അതന്നെ ഇമാം നവവിയും പറഞ്ഞത്. വൈൻ അൽഹറൽ ഇസ്ലാമ, അവൻ ഇസ്ലാം പ്രാക്ടീസ് ചെയ്താലും കാഫിറാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. അതിലൊന്നും പെട്ടുപോകരുത് ചെറുപ്പക്കാരെ. അതിനു വേണ്ടി പറയാ, സങ്കടം കൊണ്ട് പറയാ. ഒരാൾ താടി നീട്ടിയിട്ട് പറയാ, ആരെങ്കിലും മരിച്ചുപോയവരെ വിളിച്ചാൽ ആ വിളിച്ചോൻ സ്വാമിയാണ്, വിളിച്ച സ്ഥലം അമ്പലാണ്. ഒരാൾ ഇങ്ങനെ താടിയുള്ളോ അങ്ങനെ, താടിയില്ലാത്തോ ഇങ്ങനെ. ഞങ്ങൾ എന്താ ചെയ്യാ? ഇതൊക്കെ പറയാനാണോ മൈക്ക് വെക്കുന്നത്? നമ്മൾ രണ്ടിനെയും നഖശികാന്തി എതിർക്കുന്ന, ഒന്നിന്റെ കൂടെ അല്ല, രണ്ടും പിച്ച് ചീന്തും. ആവശ്യമില്ലാത്ത ബാത്തിൽ വിളമ്പിയാൽ ഞങ്ങൾ അണ്ണാക്കിന്റെ മേലെ നാവ് എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതിശക്തമായിട്ട് പ്രതികരിക്കും. ഞങ്ങൾ നോക്കിക്കുത്തികളോ അനങ്ങാ പാറയുടെ നയം സ്വീകരിച്ചിരിക്കുന്നവരോ അല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, നമ്മുടെ സിലബസ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമ്മുടെ സിലബസ്. ഇതാണ് നമ്മുടെ സിലബസ്. ഇതിൽ നിന്ന് ശ്രദ്ധ വിടരുതേ. നിങ്ങൾ ഏത് കുടി പിടിച്ചാലും നമുക്ക് പ്രശ്നമില്ല. ആർക്ക് വോട്ട് ചെയ്താലും അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ കുഫർ ദീനായി വിളമ്പരുതേ. അപ്പോൾ ഞങ്ങൾക്ക് കടമയുണ്ട്. അല്ലെങ്കിൽ അള്ളാഹു ചോദിക്കുമേ, എല്ലാ മതവും എല്ലാ പ്രത്യയശാസ്ത്രവും എല്ലാ സിദ്ധാന്തവും സത്യമാണെങ്കിൽ എന്തിനാണ് പിന്നൊരു ബദർ നടന്നത്? എന്തിനാണ് റസൂലുള്ളാഹിക്ക് ഏറുകൊണ്ടത്? എന്തിനാണ് ബിലാൽ തങ്ങളെ പട്ടാപ്പകലിന്റെ പച്ചയിൽ നട്ടുച്ചക്ക് കഴുത്തിൽ ചങ്ങലയിട്ടുകൊണ്ട് വലിച്ചു കൊണ്ടുപോയത്? എന്തിനാണ് സുമയ്യ ബീവിയെ പച്ചക്ക് മലർത്തിക്കിടത്തി വിവസ്ത്രയാക്കിയിട്ട് കൂർത്തമൂർത്ത ഇരുമ്പുകൾ ഊഹ്യദ്വാരത്തിലൂടെ കുത്തിക്കയറ്റിയിട്ട് ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞത്? എല്ലാ സിദ്ധാന്തവും ഒരുപോലെയാണെങ്കിൽ മുത്തു മുസ്തഫാക്ക് പറഞ്ഞുകൂടായിരുന്നോ? അബൂജഹലെ നിങ്ങൾ കഴിയുന്നത് പോലെ നിങ്ങൾ കഴിഞ്ഞോ? ഉത്തുബത്തെ നിങ്ങൾ ആരാധിക്കുമ്പോൾ പോലെ നിങ്ങൾ ആരാധിച്ചോ? ഷൈബത്തെ നിങ്ങളും സ്വർഗത്തിലാണ്, എല്ലാവരും സ്വർഗസ്ഥരാണ്, ഞാനും സ്വർഗത്തിലാണ്, നമ്മളൊക്കെ ഒരേ കുടുംബമാണ്, നമുക്ക് ഒരേ പാർട്ടിയാണ്. മാനവികത ഉണ്ടായാൽ മതി എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും തൗഹീദ് പ്രചരിപ്പിക്കാൻ ആളെ പറഞ്ഞയച്ചത്? എന്ത് വിഡിത്തമാടോ നീ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് നിന്റെ ഫീൽഡിൽ പ്രസംഗിച്ചാൽ പോരെ, പുസ്തകം ഇറക്കിയാൽ പോരെ? അള്ളാഹു നിന്നെയും എന്നെയും നന്നാക്കി തരട്ടെ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നമ്മളൊക്കെ ഈ തൗഹീദിന്റെ ഉറച്ച നിലപാടിൽ നിന്ന്, വിശ്വാസത്തിൽ നിഷ്പക്ഷതയില്ല,
ഇത് വേണോ ഇപ്പൊ മാനവികതക്ക്, മതസൗഹാർദ്ദത്തിന് ഇത് വേണോ? മമ്പുറതങ്ങളൊക്കെ എല്ലാവരും സ്വർഗത്ത് പോകുന്നു പറഞ്ഞിട്ടാ പിന്നെ മതസൗഹാർദ്ദം ഉണ്ടാക്കിയത്. കോന്തുനായർ ഒപ്പം കൂട്ടിയത് കോന്തുനായര് നിങ്ങൾ സ്വർഗസ്ഥനാന്ന് പറഞ്ഞിട്ടാ. ഉമർക്കാലി ഹൈന്ദവരുമായി ഒറ്റ വിരിപ്പിലിരുന്നത് നിങ്ങളൊക്കെ സ്വർഗത്ത് പോകുന്നു പറഞ്ഞിട്ടാ. മാനവികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെടുവായുത്തം വിടുക. അങ്ങനെ ആയിരുന്നോ കഴിഞ്ഞ കാല ആളുകളൊക്കെ മാനവികത ഉണ്ടാക്കിയത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ത് മാനവികത ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നത്? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഞാനൊന്നുകൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവനാൻ അറിഞ്ഞാൽ അള്ളാനെ തിരിയുന്നതാണ്. മേലേക്ക് നോക്കാൻ എല്ലാവർക്കും കഴിയില്ല, അതിന് ശാസ്ത്രജ്ഞനാവണം. ഒട്ടകത്തിലേക്ക് നോക്കാൻ എല്ലാവർക്കും കഴിയില്ല, അതിന് ഒട്ടകത്തിന് ആദ്യം ഒന്നും അറിയണം, അല്ലാത്ത നോക്കിയിട്ട് എന്താ കാര്യം? പക്ഷെ നമ്മളെ നോക്കാൻ നമുക്ക് കഴിയില്ലേ? നമ്മളൊന്ന് നോക്കിക്കൂടെ? നമ്മൾ തിന്നണ ഭക്ഷണം അത് പാടത്തുള്ളതല്ലേ, അങ്ങോട്ടൊന്ന് പോയിക്കൂടെ? ഫല്യൻളുരിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وزيتونا وقلبا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. എത്ര മനോഹരമാണ് ഖുർആൻ പറയുന്നത്. ഫല്യൻളുരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനാണ് ഇതൊക്കെ ഖുർആൻ പറയുന്നത്, വെറുതെ അല്ല. ഫല്യൻളുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചുകൂടെ? അതിന് ബുദ്ധിരാക്ഷസനാകണോ, ശാസ്ത്രജ്ഞനാകണോ, ഗവേഷണ പടുവാകണോ, വലിയ പണ്ഡിതനാകണോ? റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന് ചവച്ചരച്ച് കഴിക്കുന്ന അരിയെക്കുറിച്ച് പഠിക്കാൻ മിനിമം ബുദ്ധി പോരെ? കർഷകൻ അത് പാടത്ത് കൊണ്ടുപോയിട്ടങ്ങ് എറിയുകയാണ്. പിന്നെ ആ തൊലികൾ പൊളിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവാ. ഏതെങ്കിലും കർഷകന്മാരോട് പടച്ചവൻ പറയുകയാണ്, നിങ്ങൾ പാടത്തെ വിതറിയിട്ടുള്ള ആ വിത്തുകളില്ലേ, അതിങ്ങനെ മുളച്ചു വരുമ്പോൾ അതിനെ ആവരണം ചെയ്യുന്ന ഒരു തൊലിയുണ്ട്. ആ തൊലി എന്നെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയില്ല, നിങ്ങൾ എന്നെ ബ്ലേഡ് കൊണ്ട് കീറിക്കൊടുക്കണമെന്ന് കർഷകന്മാരോട് അള്ളാഹു എങ്ങാനും പറഞ്ഞാൽ കൃഷിയില്ല. എവിടെയാണ് ബ്ലേഡ് വെക്കുക? എത്ര നെൽകൃഷിയിലേക്കാണ് കീറാൻ പോവുക? പക്ഷേ നമ്മളങ്ങ് വിതരണം ചെയ്ത് നമ്മളങ്ങ് വെള്ളം നനച്ച് പിന്മാറിപ്പോയി കിടന്നുറങ്ങുകയാണ്. പിന്നെ തൊലി കൊടുക്കുന്നത് ആരാണ്? അതിൽ നെല്ല് കൊടുക്കുന്നത് ആരാണ്? ഈ തൊലിയെ ഭേദിച്ചുകൊണ്ട് ഇത് പുറത്ത് കതിരായി വരുന്നതിന്റെ പിറകിൽ ആരാണ്? റബ്ബ് പറയുന്നു, ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവാ. അതിന്റെ പിറകിലുള്ളത് അള്ളയാണേ. ആ അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യുമ്പോ അവനെ തിരിയണേ ചെറുപ്പക്കാരാ, അവനെ മനസ്സിലാക്കണേ ഉമ്മമാരെ. നമ്മളെ ഒന്ന് പഠിച്ചാൽ പോരെ? പടച്ചവൻ പിന്നീട് ചോദിക്കുന്നുണ്ട്, ഖുതിലൽ ഇൻസാനു മാ അക്ഫറാ. മനുഷ്യൻ ശപിക്കപ്പെടട്ടെ. എങ്ങനെയാണ് യുക്തിവാദിയാവുക? കാഫർ എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്, മുശ്രിക് എന്നല്ല. അത് കൃത്യമായി യുക്തിവാദികളെ കുറിച്ചാണ്, അത് ജബ്ബാർ മാഷെ കുറിച്ചാണ്, അത് അതാ ആരിഫിനെ കുറിച്ചാണ്, അത് ലിയാഖത്ത് അലിയെ കുറിച്ചാണ്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ്. എങ്ങനെയാ പടച്ചവനെ നിഷേധിക്കാൻ കഴിയുക? മിൻ അയ്യി ശൈഇൻ ഖലഖാ, എന്തിൽ നിന്നാണ് പടച്ചവൻ അവനെ സൃഷ്ടിച്ചത് എന്ന് ഒന്ന് നോക്കിയാൽ പോരെ? ഈ ലോകത്ത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കണ്ടാൽ അറുക്കുന്ന വെറുക്കുന്ന ശുക്ലാംശത്തിൽ നിന്നല്ലേ? ഓ മോനെ, ഒരു സാധനത്തിന്റെ മാർക്കറ്റ് അതിന്റെ മെറ്റീരിയലുകളെ കൊണ്ടല്ലേ? കാറ് തന്നെ 1 ലക്ഷം രൂപയുടെ കാറുണ്ട്, 4 ലക്ഷം രൂപയുടെ കാറുണ്ട്, രണ്ടും കാറ് തന്നെയാണ്. വിലക്ക് വ്യത്യാസം വന്നത് കൂട്ടിയ മെറ്റീരിയലുടെ വ്യത്യാസമാണെങ്കിൽ ഒരു സാധനത്തിന് മാർക്കറ്റ് ഉള്ളത് അത് ഉണ്ടാക്കപ്പെടാൻ ഉപയോഗിച്ചിട്ടുള്ള
മെറ്റീരിയൽ അടിസ്ഥാനത്തിലാണെങ്കിൽ മോനെ ഈ ലോകത്ത് ഏറ്റവും മാർക്കറ്റ് ഉള്ളത് നമുക്കാണ്. നമ്മുടെ മെറ്റീരിയലോ അറുക്കുന്ന വെറുക്കുന്ന സാധനമാണ്. കണ്ടാൽ കണ്ണടക്കുന്ന, സ്മെല്ല് വന്നാൽ മൂക്ക് പൊത്തുന്ന, തുണിയിലായാൽ കഴുകിക്കളയുന്ന ഈ വെറുക്കുന്ന സാധനം കൊണ്ട് പടച്ചവൻ ഉണ്ടാക്കിയതോ അത്ഭുതകരമായ സൃഷ്ടിയായ ഏറ്റവും മാർക്കറ്റുള്ള സൃഷ്ടിയായ വലഖദ് കറംനാ ബനി ആദമെന്ന് ഖുർആൻ പറഞ്ഞ വലഖദ് കറംനൽ ബഹായിമ എന്ന് പറഞ്ഞിട്ടില്ല, വലഖദ് കറംനൽ ഹയവാന എന്ന് പറഞ്ഞിട്ടില്ല, വലഖദ് കറംനൽ ജിബാല എന്ന് പറഞ്ഞിട്ടില്ല, വലഖദ് കറംനൽ ഫീല എന്ന് പറഞ്ഞിട്ടില്ല. സൂറത്തുൽ ഫീൽ ഖുർആനിലുണ്ട്. എന്നാൽ വലഖദ് കറംന എന്ന് പറഞ്ഞ അപ്പുറത്ത് മഫ്ഊലായി പറഞ്ഞ ഒരേ സൃഷ്ടി അത് മലക്ക് പോലുമല്ല, ഒരു വേള ജിന്ന് പോലുമല്ല, മനുഷ്യനാണ്. ഇത്രയും അവർണ്ണനീയമായ വാച്യമായ അതിഗംഭീരമായ സൃഷ്ടിപ്രതിഭാസത്തിന്റെ പ്രകാശമയമായ ഈ ഉത്കർഷ സൃഷ്ടിയെ പടച്ചവൻ സംവിധാനിച്ചത് കണ്ടാൽ അറുക്കുന്ന വെറുക്കുന്ന മെറ്റീരിയലെ കൊണ്ടാണ്, ചേരുവയെ കൊണ്ടാണ്. അത്ഭുതമാണ്. അല്ലാഹു 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 റസൂലുൻ 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 റസൂൽ റസൂലുൻ 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 റസൂൽ സ്വലവാതി അലാ നബി വ സലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക അഹ്മദ് യാ മുഹമ്മദ് അസ്സലാമു അലൈക ത്വഹ യാ മുമജ്ജദ് അല്ലാഹു 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 അല്ലാഹു. ലയിക്കണം പൊന്നുമോനെ ഇസ്മിലേക്ക്, ലയിക്കണം പൊന്നുമോളെ ഇസ്മിലേക്ക്. മുസമ്മയുടെ ദാത്ത് നമുക്ക് തിരിയില്ല. പടച്ചവന്റെ ദാത്തിനെ കുറിച്ചുള്ള ചർച്ച ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ്. കാരണം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അസ്തിത്വം പരിശോധിച്ചാൽ നമ്മൾ വെപ്രാളപ്പെടുന്നതാണ്. റൂഹിനെ കുറിച്ച് അറിയില്ല, അതിന്റെ മെറ്റീരിയൽ അറിയില്ല. ജസദിനെ കുറിച്ച് പഠിച്ചാൽ തൊട്ട് മുഴുവനുമാകുകയില്ല. പ്രപഞ്ചത്തെ കുറിച്ച് ഗവേഷണം ചെയ്ത ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് 90% അറിയില്ല എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ സൃഷ്ടിച്ച ഖാലിഖിന്റെ ദാത്ത് പരിശോധിക്കാനുള്ള പുറപ്പാട് അത് ശിർക്കിലേക്കാണ്. അങ്ങനെയാണ് ചില ആളുകൾ അദ്വൈത കുഫറിലെത്തിയത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. റിസാലത്തിന്റെ വെളിച്ചത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ മുസ്തഫ നബി പറഞ്ഞത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി എന്നാണ്. ഇന്ന ഫീ ഖാലിഖിസ് സമാവാതി വൽ അർളി എന്ന് പറഞ്ഞില്ല. ഖാലിഖിന്റെ ദാത്ത് പഠിക്കൽ പറ്റൂല. വൽ അജ്സു അൻദറകിൽ ഇദ്റാകി ഇദ്റാകു വൽ ബഹ്സു അൻ സിർരികു ഹിദാത്തി ഇസ്റാകു. അള്ളാന്റെ ദാത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പഠനം എനിക്ക് അറിയില്ല എന്ന തിരിച്ചറിവാണ്. പിന്നെ അവന്റെ സിഫത്തിനെ കുറിച്ച് പഠിക്കാ. സ്വാലിഹ് മൗല ക്ഷണിച്ചത് അള്ളാന്റെ സിഫാത്തിലേക്കാ. സ്വാലിഹ് മൗല ക്ഷണിച്ചത് അള്ളാന്റെ അഫ്ആലിലേക്കാ. സ്വാലിഹ് മൗല വഹാനായ സ്വാലിഹ് മൗല നവ്വറല്ലാഹു തആല മർക്കദയുടെ തലയ്ക്കുള്ളില് അള്ളാന്റെ സിഫത്തും ഫയലും അങ്ങ് കയറിയിരുന്നപ്പോ അവര് അള്ളാനെ ഓർത്ത് പാതിരാവിനെ പകലായി കരയുകയാണ്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അവരുടെ ഏറ്റവും വലിയ മധുരം, അഭിരുചി, അഭിനിവേശം, അവരുടെ അവലംബം മത്താണി, അവരുടെ ആശ്രയം, അവരുടെ ആശ്വാസം അത് അള്ളാന്റെ ദിക്റാണ്, റസൂലുള്ളാന്റെ മഹബ്ബത്താണ്. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഫഖദ് അഖദ ബിഹള്ളിൻ വാഫിർ, ഏറ്റവും വലിയ സമ്പത്താണ് അവൻ സ്വന്തമാക്കിയിട്ടുള്ളത്.
അള്ളാഹു ആ പ്രകാശം സ്വാംശീകരിക്കാൻ നമുക്ക് അള്ളാഹു വാതിലുകൾ തുറന്നേറ്റേ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് വാതിലുകൾ തുറന്നേറ്റേ. നമുക്ക് അള്ളാഹു വാതിലുകൾ തുറന്നേറ്റേ. നമ്മളെ പഠിക്കൂ ചെറുപ്പക്കാരാ, നിനക്കും എനിക്കും 2 കിഡ്നിയുണ്ട്. മനുഷ്യന് ജീവിക്കാൻ 1 കിഡ്നി മതി. എന്തിനാണ് 2 കിഡ്നി? നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണ് 2 കണ്ണ്, എന്തിനാണ് 2 കൈ, എന്തിനാണ് 2 കാല്? പക്ഷേ നാവും ഗുഹ്യസ്ഥാനവും ഒന്നാക്കി, എല്ലാം 2 ആക്കി അല്ലാഹ് 2 നാവ് തന്നില്ല, 2 ഗുഹ്യസ്ഥാനം തന്നില്ല. അത് പറഞ്ഞാൽ എൻ്റെ പ്രസംഗം വേറെ മാറിപ്പോവും. അതൊരു 3-4 മണിക്കൂർ വേറെ പറയണം.